ഹായ്, അപ്പോൾ ഇന്നത്തെ തേനെടുപ്പ് തുടങ്ങിയാലോ? ഞങ്ങളെ പടച്ചട്ടി ആയുധങ്ങളൊക്കെ എടുത്ത് റെഡിയായി. കോളനികളും തേൻ നിറച്ച് ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. പക്ഷെ ഓരോന്നായിട്ട് തുറന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു നിരാശ തോന്നി. തേൻ വളരെ കുറവുള്ള പോലെയാണുള്ളത്. കാലാവസ്ഥയായിരിക്കും കാരണം. ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ മഴ മൂടാണ്, പക്ഷെ ഒന്നും മഴ പെയ്യുന്നില്ല. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല തേൻ കിട്ടിയിട്ട്. 2-3 കോളനികളിൽ നിന്ന് ഓരോ സെറ്റ് പറന്നു പോയിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ. പിന്നെ എന്താ ചെയ്യുക? ഇപ്രാവശ്യം കുറേ ഓർഡറും വന്നിട്ടുണ്ട്. തേൻ എടുക്കുന്ന അന്ന് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നവർ വരെ ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ കുറച്ച് കോളനികളിൽ 4 ഫ്രെയിം മാത്രമേ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ എക്സ്ട്രാ അടകളൊക്കെ കെട്ടിയിട്ട് എക്സ്ട്രാ അടകൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രഷ് അടകൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്ട്രാ അട വെച്ച് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സെറ്റ് പാറിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഈച്ചകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഈച്ചകൾ ഉണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം നിറച്ച് വെച്ചിട്ടുള്ള തേനൊക്കെ ഞങ്ങൾ കറക്കിയെടുത്തു. ഇതുപോലെ കറക്കുന്നതും തേൻ ഒഴുകി വരുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇതിങ്ങനെ തേൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ഈച്ച അതിൽ വീണിട്ട് കണ്ടത്. ഒരു ചെറിയൊരു ഇല ഇട്ട് കൊടുത്തിട്ട് അതിനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. അത് തേനിൽ നന്നായിട്ട് മുങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിറകൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് തേൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചിറക് ഇങ്ങനെ കുടഞ്ഞ് അതിലെ തേൻ മൊത്തം ഈച്ചക്ക് മാറ്റിയെടുക്കണം, എന്നാലേ പാറാൻ പറ്റൂ. തേനിൽ വീണാൽ ഈച്ചകൾ ചിലപ്പോൾ പറക്കാൻ പറ്റാതെ ചത്തുപോകാറുണ്ട്. ഇനി ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. എൻ്റെ ഷർട്ടിന് കുത്തിയ പോരാളിയാണത്. തേനീച്ചകൾ കുത്തുമ്പോൾ അവരുടെ ശരീരഭാഗം തന്നെ മുള്ളിൻ്റെ ഒന്നിച്ച് പുറത്തേക്ക് വരുന്നു. ഇത് കാരണം അസഹനീയമായ വയറുവേദനയോടെ തേനീച്ചകൾ ചാവുന്നു. ശരിക്കും പാവാണല്ലേ. തേൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾ ഇതുപോലെ കൂടിന് പുറത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കാണാൻ സാധിക്കും. ചിലപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാത്ത പേടി കൊണ്ടായിരിക്കും അല്ലേ. എന്തായാലും കിട്ടിയ തേനും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയും അട കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി തിന്നു. അപ്പോൾ തന്നെ ബാക്കി ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചു. സാധാരണ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെ അടകൾ ആ ബോക്സിൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് തേൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ അടകൾ നമ്മൾ ഓർഡർ കിട്ടിയാൽ കൊടുക്കൽ. തേൻ ഇതുപോലെ വലിയൊരു ഡ്രമ്മിലേക്ക് മാറ്റിയിട്ട് ആ ഡ്രമ്മിൽ നിന്നാണ് നമ്മൾ ഓരോ കുപ്പിയിലേക്കും ഒരു ചെറിയൊരു ടാപ്പ് വഴി നിറക്കുന്നത്. ആ പൈപ്പിന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി തേനീച്ചയുടെ മെഴുക് തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റിക്കർ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റിക്കർ പുതിയതായിട്ട് ചെയ്തു. സ്റ്റിക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ മുറിച്ച് ഓരോ കുപ്പിക്കായിട്ട് ഒട്ടിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ 1 kg-ക്കും 1/2 kg-ക്കും 100 ഗ്രാംസിനെല്ലാം വേറെ വേറെയാണ് ഡിസൈൻ ചെയ്തത്. ഒരു 10 കിലോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. തേൻ എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഞങ്ങൾ ഓരോ കുപ്പിയിലായിട്ട് നിറച്ചു. ഈ തേൻ നിറയാൻ കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ അതിങ്ങനെ കുപ്പിയിലേക്ക് ഊർന്ന് വീഴുന്നത് കാണാൻ നല്ല രസമാണ്. തേനിന് അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു. നമ്മൾ കാട്ടിലെ പൂക്കളിൽ നിന്നൊക്കെയാണ് ഈ തേനീച്ച തേൻ ശേഖരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കാടാണല്ലോ. അപ്പം ഞങ്ങളുടെ ഓർഡർ കിട്ടിയ 10 കിലോയും 300 ഗ്രാമിൻ്റെ തേനടയും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇത് കൊറിയർ ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൊറിയർ ചെയ്യാൻ വേറെ ഓർഡർ ഉണ്ട്. അത് മെല്ലെ ഒരു ദിവസം പോയിട്ട് ചെയ്യണം. അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നമ്പിളിയും കൂടുന്നുണ്ടായിരുന്നു. പൊന്നമ്പിളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇതേപോലെ കുറച്ച് ആൾക്കാർ വീട് തേടി വന്ന് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര അഭിമാനം സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനോട് ബൈ പറയാം. അപ്പോൾ അടുത്ത തേനീച്ച വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ഫ്രം ക്യൂബി ഹണി.